ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസലിന്റെ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. അതിദരിദ്രർ ഇല്ലാത്ത പദ്ധതിക്കും ഭവനരഹിതരില്ലാത്ത കൊച്ചിക്കും പ്രാധാന്യം നൽകി കൊച്ചി നഗരസഭ ബജറ്റ്. അതിദരിദ്രരില്ലാത്ത പദ്ധതിക്കും ഭവനരഹിതരില്ലാത്ത കൊച്ചിക്കും പ്രാധാന്യം നൽകി കൊച്ചി നഗരസഭയുടെ ബജറ്റ് 1206 കോടി 60,518 രൂപ വരവും 943 കോടി 64,40,5,800 രൂപ ചെലവും 262 കോടി 36,14,718 നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ കെ അൻസി അവതരിപ്പിച്ചത്. സംരക്ഷണവും കൊച്ചി നഗരസഭ ഏറ്റെടുത്തു. ഈ വലിയ കർമ്മ പദ്ധതിയുടെ വിജയത്തിനായി എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു. സ്ഥലത്ത് ഫണ്ടടക്കം വിവിധ മാർഗങ്ങളിലൂടെ ഫണ്ട് സ്വരൂപിച്ച് അതിദരിദ്രരില്ലാത്ത കൊച്ചി പദ്ധതി നടപ്പിലാക്കും. വാടക വീടുകളിൽ താമസിക്കുന്ന അതിദരിദ്രരായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനായി വൈറ്റിലയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കും. അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയും വൈദ്യ സഹായവും ഉറപ്പുവരുത്തും. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ കൊച്ചി അതിദരിദ്രരില്ലാത്ത ആദ്യ ഇന്ത്യൻ നഗരമായി മാറ്റുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തും. അതിദരിദ്രരില്ലാത്ത കൊച്ചി പദ്ധതിക്കായി 10 കോടി രൂപ ചെലവഴിക്കും. ഭവനരഹിതരില്ലാത്ത കൊച്ചി നഗരം ഭവനരഹിതരില്ലാത്ത നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ഈ കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 4 വർഷമായി 3448 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിക്കൊണ്ട് വലിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് കൊച്ചി നഗരസഭ. ഇതുകൂടാതെ 1613 കുടുംബങ്ങൾക്കൂടെ ഉള്ള വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഭവന നിർമ്മാണത്തിനായി സഹായം തേടിയ മുഴുവൻ അപേക്ഷകർക്കും വീട് വെച്ച് നൽകുക എന്ന പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കും. ഭവനരഹിതരില്ലാത്ത കൊച്ചി പദ്ധതിക്കായി 20 കോടി രൂപ ചെലവഴിക്കും. എല്ലാവർക്കും പട്ടയം. നഗരത്തിലെ വിവിധ ചെയ്തികളിൽ വർഷങ്ങളായി താമസിക്കുന്ന എന്നാൽ താമസഭൂമിയിൽ കൈയവകാശത്തിനുള്ള പട്ടയമില്ലാത്ത നിരവധി കുടുംബങ്ങൾ നഗരത്തിലുണ്ട്. ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ് ഉള്ള നാളിതുവരെയായി പട്ടയം ലഭിക്കാത്ത എല്ലാ കുടുംബങ്ങൾക്കും പട്ടയം നൽകും. ബഡ്ജറ്റ് ആവർത്തന പദ്ധതികളാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 2020 ഡിസംബറിൽ നിലവിൽ വന്ന കൗൺസിലിന്റെ 5ാമത്തെയും അവസാനത്തെയും ബഡ്ജറ്റാണ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. സാധാരണക്കാരായവർക്കടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ജനപക്ഷ നഗര വികസന മാതൃകയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി കൊച്ചി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗര വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന വ്യത്യസ്തമായ സമീപനങ്ങളോടുകൂടിയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിന് സമാനമായ ചില കാര്യങ്ങൾ സ്വാഭാവികമായും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. നമ്മുടെ നഗരത്തെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിൽ മാലിന്യം ഏറ്റവും താഴെ തട്ടിൽ കൂടി നിൽക്കുന്ന നമ്മൾ ജോലിക്ക് വയ്ക്കാത്ത ഹരിത കർമ്മസേനക്കാരായിട്ടുള്ള ആളുകൾ. സ്വാഭാവികമായും അവരുടെ സംരക്ഷണം അവർ നേരിട്ട് നമ്മുടെ ജീവനക്കാരല്ലെങ്കിൽ പോലും തൊഴിലാളികൾ അല്ലെങ്കിൽ പോലും അവരുടെ സംരക്ഷണവും നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ നഗരത്തിൽ വന്ന് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും കൊച്ചി നഗരത്തിൽ ഓട്ടുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ല. അതിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഹരിത കർമ്മസേനക്കാരുണ്ട്. ഞാനൊരു മാധ്യമ വാർത്ത ഞാൻ കൗൺസിലറായ ഡിവിഷനിൽ മാലിന്യം എടുക്കുന്ന ഒരു തൊഴിലാളിയെ കുറിച്ച് കണ്ടത് ഞാൻ അപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സൈക്കിൾ പോയതിന്റെ വാർത്ത ഒരു മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തികമായി സ്വയം പര്യാപ്തമായ കൊച്ചി നഗരസഭ എന്ന ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നതിനാണ് ബജറ്റ് ഊന്നൽ നൽകിയത്. ഭദ്രമായ സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, ധനകാര്യ മാനേജ്മെന്റ്, വിഭവങ്ങളുടെ ശാസ്ത്രീയമായ വിനിയോഗം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തന രീതിയാണ് ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. ധനസമാഹരണത്തിനായി വിവിധ സ്രോതസ്സുകളെ ഉപയോഗിക്കുന്ന രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. ദീർഘവീക്ഷണത്തോടും ദൂരക്കാഴ്ചയോടും കൂടി കൊച്ചിയുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത സുരക്ഷയും നഗരത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയ കൊച്ചി നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ പ്രധാന പദ്ധതികളും അവയുടെ തുകകളും ഇതാണ്. അതിദരിദ്രരില്ലാത്ത കൊച്ചിക്ക് 10 കോടി, ഭവനരഹിതരില്ലാത്ത കൊച്ചിക്ക് 20 കോടി, എല്ലാവർക്കും പട്ടയം 50 ലക്ഷം, നൈറ്റ് ഷെൽട്ടറിന് 1 കോടി, മയക്കുമരുന്നിന് എതിരായ പോരാട്ടം 50 ലക്ഷം തുടങ്ങിയ ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായി.
എന്നാൽ ബജറ്റ് തനിയാവർത്തനമാണെന്ന് കോൺഗ്രസും കേന്ദ്ര പദ്ധതികളുടെ തനിയാവർത്തനമാണെന്ന് BJPയും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.